സിയോനെ നീ ഉണർന്നെഴുന്നേൽക്കുക, ശാലേം രാജനീത വരുവാറായി. ശീലഗുണമുള്ള സ്നേഹസ്വരൂപൻ ആകാശമേഘത്തിലെഴുന്നള്ളി വരുമേ. ശീലഗുണമുള്ള സ്നേഹസ്വരൂപൻ ആകാശമേഘത്തിലെഴുന്നള്ളി വരുമേ. സിയോനെ നീ ഉണർന്നെഴുന്നേൽക്കുക, ശാലേം രാജനീത വരുവാറായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല വിശുദ്ധ ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഉണർന്ന് കർത്താവിനെ സ്തുതിപ്പാന്, മഹത്വപ്പെടുത്തുവാന്, നന്ദി പറയുവാന് അടിയന് തന്ന ഈ നല്ല ദിവസത്തിനായി സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ കൃപയ്ക്കായി, കരുണയ്ക്കായി, സ്നേഹത്തിനായി, കരുതലിനായി സ്തോത്രം. ഇന്ന് വരെ നടത്തിയ ദൈവത്തിന് സ്തോത്രം. വീണ്ടും നടത്തുവാൻ സർവ്വശക്തൻ അവിടുന്ന് ആ ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലും ഇന്ന് പകൽക്കാലം കൂടിയിരിക്കണം. ദൈവത്തെ ആരാധിച്ച് ബലപ്പെടുവാൻ ഇന്ന് പകൽക്കാലം അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണം. ശത്രു ഞങ്ങളെ കാണല്, ദുഷ്ട പിശാചി തുടരുത്. അന്ധകാരത്തിൻ്റെ ഒന്നും കടന്നു വരാതെ കാൽവരിച്ച കോട്ടയ്ക്കുള്ളിൽ ഞങ്ങളെ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരാമായിരുന്ന എല്ലാ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാതി പകർച്ചയാതി മരണത്തിന് ഏൽപ്പിക്കാതെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സ്വർഗം സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച എല്ലാ പ്രിയ മക്കളെയും സമർപ്പിക്കുക. ഈ പ്രാർത്ഥനാ കുടുംബത്തിലുള്ള ഓരോ മക്കളെയും പേരുപേരായിട്ട് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഉള്ളതുപോലെ അറിയാവുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ സകല പ്രാർത്ഥനയ്ക്ക് മറുപടിയിട്ടത് നിശ്ചയമാ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവമാ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് മറുപടിയുമായി ഇറങ്ങുന്ന ദൈവമാ. സ്തോത്രം. ആമേൻ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തുന്ന ദൈവമെന്നുള്ള വലിയൊരു ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് ഞങ്ങളെ പൊന്നുകരം ചാർത്ത് പിടിച്ച് നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഞങ്ങളുടെ സങ്കേതവും ബലവുമാ. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുകയാൽ എൻ്റെ കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് നല്ല തുണയായി ഞങ്ങളോട് കൂടെയുള്ള ഞങ്ങളുടെ കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ, നന്ദി പറയുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. എൻ്റെ കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനം തന്ന കുഞ്ഞുങ്ങളെ തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. ജോലിയിലായിരിക്കുന്ന മക്കൾ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കൊച്ചു തലമുറകൾക്കായി സ്തോത്രം. ഞങ്ങൾ പാർക്കുന്ന ഭവനത്തിനായി സ്തോത്രം. ഞങ്ങൾ പാർക്കുന്ന ദേശത്തിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗങ്ങൾക്കായിട്ട് നന്ദി. എൻ്റെ എല്ലാ അപ്പച്ചൻ്റെ ദാനമാ കർത്താവേ. അവിടുത്തെ ദാനമാ, അവിടുത്തെ കൃപയാപ്പ, അവിടുത്തെ കരുണയാ, സ്നേഹമാപ്പ. നന്ദി, നന്ദി കർത്താവ്. എല്ലാറ്റിനും നന്ദി, സ്തോത്രം. നന്ദിയും സ്തുതിയും സ്തോത്രം കരറ്റി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തോണം. വിദ്യാഭ്യാസത്തെ മാനിക്കണേ, ജയത്തോടെ നടത്തണമേ. ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തോണേ, സന്തോഷത്തോടെ ജീവിപ്പാൻ സഹായിക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. ദൈവമായ കർത്താവ്, കുടുംബജീവിതത്തിൽ ഇന്നുവരെ സമാധാനം അനുഭവിക്കാത്ത കുഞ്ഞുങ്ങളുണ്ടപ്പ. അവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി എന്ന് പ്രവർത്തിക്കണം. സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണം. നീ കൊടുത്ത കുടുംബജീവിതം ഛിന്നഭിന്നമായിപ്പാൻ അനുവദിക്കല്ലേ കർത്താവേ. അവിടുന്ന് സമാധാന പ്രഭുവായി തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിക്കുന്നു. തലമുറ നൽകി അനുഗ്രഹിച്ചാട്ട് കർത്താവേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. മാസം തികോളം കൂടെ ഇരുന്ന് കാത്തോണേ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിച്ചാട്ട് കർത്താവേ. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് കർത്താവേ, അവിടുത്തെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം എൻ്റെ ദൈവം അവരുടെ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭവനമില്ലാത്ത മക്കളുണ്ട്, തലചായ്പാൻ ഭവനം ഒരുക്കണമേ. ഭവനം പണിയുന്ന മക്കളുണ്ട്, അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യം ഒരുക്കണമേ. വിവിധ ആവശ്യങ്ങളുടെ നടുവിൽ കരയുന്ന ജീവിതങ്ങളുണ്ട്. ആരോടും പറയാൻ മേലാത്ത സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവരുണ്ട്. അവരുടെ വിഷയത്തെ എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ അറിയുന്നതോർത്ത് സ്തോത്രം. അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ കർത്താവ്. പ്രത്യേകിച്ച് മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങൾ, കുടുംബജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാത്ത, കരയുന്ന, നിലവിളിക്കുന്ന കുഞ്ഞുങ്ങൾ, മാതാപിതാക്കളൊക്കെ ഉണ്ട്. തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന മാനസാന്തരം നൽകിയേ മതിയാവും കർത്താവേ.
ആ ജീവിതങ്ങളോടൊക്കെ മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ലഹരിയിൽ നിന്നൊക്കെയും ഒരു വിടുതൽ അവർക്ക് നൽകണമേ കർത്താവ്. ഹല്ലേലൂയ കർത്താവേ. ഈ സമയം ദൈവമായ കർത്താവേ, യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഓരോ മക്കളുടെയും യാത്രയിൽ കർത്താപ്പത്തിൻ്റെ സാന്നിധ്യം വേണം. നിശ്ചിത സ്ഥാനത്തെത്തോളം ആ കൃപയ്ക്കുള്ളിൽ പൊതിഞ്ഞാട്ട് കർത്താവ്. അപ്പോൾ ഈ സമയം വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച കുഞ്ഞുങ്ങളുണ്ടപ്പാ. അതിനായി പ്രയത്നിച്ച് പഠിക്കുന്ന മക്കളുണ്ട്. അവരുടെ പഠനത്തെ മാനിക്കണം, ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുക്കണം, നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം, ഒരു ലക്ഷ്യം വെച്ച സ്ഥാനത്ത് കർത്താപ്പച്ചനവരെ കൊണ്ടുവന്ന് എത്തിക്കണം, നല്ല ജോലി കാര്യങ്ങളെ ചെയ്ത് സന്തോഷം അനുഭവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഉപജനമാർഗവും സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഒന്നിനും കുറവ് കൂടാതെ ഓരോ മക്കൾക്കും വേണ്ടുന്നത് കൊടുത്ത് പോറ്റി പുലർത്തണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ കാത്തോണേ. വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോറ്റി പുലർത്തണമേ. എല്ലാ മക്കളുടെ യാത്രകളിൽ കൂടെ ഇരിക്കണമേ. വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും കരുതിക്കൊള്ളണമേ. സ്റ്റിയറിങ്ങിലൊക്കെ പൊന്നപ്പച്ചൻ്റെ പൊന്നുകരം ചേർത്ത് പിടിച്ചോണേ. ആമേൻ. ഹല്ലേലൂയ. അപ്പൻ്റെ ബലമുള്ള കരങ്ങളിലോട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഹല്ലേലൂയ ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ രോഗികൾക്ക് വൈദ്യൻ അവിടുന്ന്, രോഗം നീക്കുന്ന മരുന്ന് അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തുമാറാണ്. സൗഖ്യം കാത്തു കിടക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് തൊട്ട് സുഖപ്പെടുത്തണമേ. വേദനകളിൽ കൂടി കഴിയുന്ന ജീവിതങ്ങളുണ്ട്. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, അപ്പോൾ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, സർജറിക്കായിട്ട് ഒരുങ്ങുന്നവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഓരോ ജീവിതങ്ങളും. ആമേൻ. ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ഉദരത്തിൽ മുഴയാൽ ഭാരപ്പെടുന്നവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ദൈവമായ കർത്താവെ, ആസ്മാരോഗികൾ, തൈറോയിഡുള്ളവർ, അലർജിയുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ശരീരമാസകലം ചുട്ടുപൊള്ളുന്ന കർത്താവെ, പുകച്ചിലിനാൽ ചൊറിച്ചിലിനാൽ ഭാരപ്പെടുന്നവർ, എൻ്റെ ദൈവമായ കർത്താവെ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, തലമുടി മുഴുവൻ കൊഴിയുന്ന ജീവിതങ്ങൾ. ആമേൻ. ഹല്ലേലൂയ കർത്താവെ, സ്തോത്രം. പല്ലിൻ്റെ വേദനയാൽ, ചെവിയുടെ വേദനയാൽ, ഇൻഫെക്ഷനുകളാൽ ഭാരപ്പെടുന്നവർ, ആമേൻ. യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ള ഒരു കർത്താവെ, സ്തോത്രം. യൂറിനറി ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ കർത്താവെ, സ്തോത്രം. ആമേൻ. കർത്താവിൻ്റെ കരങ്ങളിൽ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട് കർത്താവ്. എല്ലാവരെയും തിരുമുൻപാകെ ഏൽപ്പിച്ചു തരുന്നു. എല്ലാ രോഗത്തിനും നല്ല വൈദ്യൻ അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം ലഭിക്കും. ആമൻ. സ്വർഗമേ 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 തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഹല്ലേലൂയ. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരുണ്ട് കർത്താവ്. ആമൻ. പലവിധ നീറുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെയും ഈ സമയം ചാർത്ത് വയ്ക്കുന്നുണ്ട്. സ്വർഗം കരുതിക്കൊള്ളുമാറാകണം. ആമൻ. നടുവിൻ്റെ വേദനയും മുട്ടിൻ്റെ വേദനയും ഉള്ളവർ, ശരീരമാസകലം നീർക്കെട്ടും അതിവേദനകളുമുള്ളവർ, അപ്പാ നീ അവിടുന്ന് നല്ല വൈദ്യന മരുന്ന സ്തോത്രം ഒരു വാക്ക് കൽപ്പിച്ചതിൻ്റെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം കൊടുക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഐസിയിലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ടപ്പാ, സ്തോത്രം. ഓപ്പറേഷന് വിധേയപ്പെട്ട് കിടക്കുന്നവരുണ്ട് കർത്താവ്. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം 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 കർത്താവേ. എല്ലാ സൗഖ്യം കാത്തു കിടക്കുന്ന മക്കൾക്കും കർത്താവ് സൗഖ്യദായകന. അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ കർത്താവേ, വലിയ സാക്ഷ്യം കരേറ്റുവാൻ തക്കണം ഓരോ മക്കളെയും സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവേ, രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരേണ്ട ജീവിതങ്ങളുണ്ട് കർത്താവേ. കുടുംബമായി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട് കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവ് അവരാഗ്രഹിക്കുന്ന വിധത്തിൽ ആ മാനസാന്തരം, ആ കുടുംബ സന്തോഷം, ആ ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്താനുള്ള ഭാഗ്യം ഓരോ മക്കൾക്കും നൽകണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. തളർവാദ രോഗികൾ, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത വീൽ ചെയറിലായിരിക്കുന്നവർ, കിടക്കയിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. അതാ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ട്. ആമേൻ. കുഞ്ഞുങ്ങളെ ചൊല്ലി വേദനിക്കുന്നവരുണ്ട് കർത്താവേ. അപ്പം നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അനാഥരെയും വിധവകളെയും ഏൽപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവിൻ്റെ പാദപീഠം ചാർത്ത് വയ്ക്കുന്നു. അങ്ങനെ നിൻ്റെ സമാധാനം കൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങളെ നിറയ്ക്കണം. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി ഞങ്ങളെ തീർക്കണം. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണം. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിക്കണം. ആമൻ. ഹല്ലേലൂയ. ഞങ്ങളെ യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ വിടുവിക്കുമാറാകണം. ഞങ്ങളുടെ രാജ്യങ്ങളോട് ഭരണകർത്താക്കളോടൊക്കെ മനസ്സലിയുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം.